Good morning, all. Segregation വരെയല്ലേ നമ്മൾ എടുത്തത് കഴിഞ്ഞ ദിവസം? വേസ്റ്റ് സെഗ്രിഗേഷൻ. അവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് നെക്സ്റ്റ് ഇനി കാറ്റഗറി ടേബിൾ ആണ് നമുക്ക് ഉള്ളത്. ഇനി മിസ് ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. മിസ് കാറ്റഗറി ടേബിൾ എടുക്കാം. അതിക്ക് മുമ്പ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകൾ എടുക്കാം. ഓക്കെ അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരണവും നിർമ്മാർജ്ജനവും. എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ്? നമ്മൾ പറഞ്ഞു അല്ലെ, പല രീതിയിലുള്ള വേസ്റ്റുകൾ ബയോമെഡിക്കൽ എന്താണ്? ഹ്യൂമൻ ബോഡീസ്, ഹ്യൂമൻ ഓർഗൻസ് അല്ലെ, ബോഡി ഓർഗൻസ്, ഫ്ലൂയിഡ്സുകൾ അല്ലെ, സിറിഞ്ചുകൾ അല്ലെ, കോട്ടൺസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ, പല രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും സംസ്കരിക്കേണ്ടത്, ട്രീറ്റ്മെന്റ് സംസ്കരണവും എങ്ങനെയാണ്? The various disposal method now is used are the following. പല രീതിയിലുള്ള ഡിസ്പോസൽ മെത്തേഡുകൾ എന്താണ്? നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിലെ കുറച്ചാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ഫോളോയിങ് യൂസ് ആർ ദി ഫോളോയിങ് താഴെ തന്നിരിക്കുന്നു. ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ എന്താണ്? കത്തിച്ച് കളയുക. അത് കത്തിച്ച് ചാമ്പലാക്കി അത് കളയുക, അതാണ് ഇൻസിനറേഷൻ ടെക്നോളജി. ആഷ്, അതിൽ നിന്ന് ലഭിക്കുന്ന ആ ചാരത്തിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ ആഷ് എന്ന് പറയുന്നത്. ഇൻസിനറേഷൻ ടെക്നോളജി എന്താണ്? It is a high temperature thermal process that employs burning of the waste under controlled conditions for changing them into inert material and gases. എന്താണ്? ഈ മെറ്റീരിയലിനെ, അതായത് ഈ വേസ്റ്റുകളെ അവരെന്ത് ചെയ്യും? എംപ്ലോയീസ് ഹൈ ടെമ്പറേച്ചർ തെർമൽ അല്ലെ, ഉയർന്ന അളവിലുള്ള ചൂട് പുറപ്പെടുവിച്ചിങ്ങാണിട്ട് എന്ത് ചെയ്യും? ഈ വേസ്റ്റുകളെ നിഷ്ക്രിയരാക്കും. ഇനേർട്ട് മെറ്റീരിയൽ എന്താണ്? കെമിക്കലി ഇനാക്റ്റീവ് അല്ലെ, എന്താണ്? നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റുന്നു. അതല്ലെങ്കിൽ എന്താക്കി മാറ്റുന്നു? ഗ്യാസ് ആക്കി മാറ്റുന്നു. അതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ്? നിയന്ത്രിത അളവില് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? കത്തിച്ച് ബേൺ ചെയ്യുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുങ്ങാണിട്ട് എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യിച്ചല്ലേ, കത്തിച്ച് എന്ത് ചെയ്യാണ്? ഇനേർട്ട് മെറ്റീരിയൽ. ഇപ്പൊ ചാരം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാല് ആ ചാരം എന്തെങ്കിലും കെമിക്കൽ ആണോ? രാസവസ്തു ആണോ? നിഷ്ക്രിയമായിരിക്കും അല്ലെ, അത് നിഷ്ക്രിയ വസ്തുക്കളായി അല്ലെ. അങ്ങനെയുള്ള ഇനേർട്ട് മെറ്റീരിയൽ ചേഞ്ചിങ് ദം, ഇത് എന്ത് ചെയ്യുന്ന? ചേഞ്ച്, ഈ വേസ്റ്റുകള് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന? ഇനേർട്ട് മെറ്റീരിയൽ നിഷ്ക്രിയ വസ്തുക്കളാക്കി അതല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
Next, incineration can be either oil fired or powered by electricity or a combination. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഇൻസിനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്, ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നതാണ് ഇൻസിനറേറ്റർ മെഷീനുകൾ. അപ്പൊ ഈ ഇൻസിനറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കാം, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കോമ്പിനേഷൻ നമുക്ക് ഓയിലിലും ഇലക്ട്രിസിറ്റിയിലും പ്രവർത്തിപ്പിക്കുന്ന രണ്ടിന്റെ കോമ്പിനേഷൻ ആയി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ മിക്കവാറും കാണുന്നത് എങ്ങനെയാണ്? കറണ്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ഈ സിറിഞ്ചുകളൊക്കെ കത്തിക്കുന്നത് അവർ കറണ്ടിലല്ലേ കുത്തിവെക്കുന്നത്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇൻസിനറേറ്റർ? ഒന്നില്ലെങ്കിൽ എന്തിലെ ഓയിലായിരിക്കും പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഓയിലിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും സമ്മിശ്ര കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. The advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. നമ്മ ഇത് കത്തിച്ച് ഇതിന്റെ അഡ്വാൻറ്റേജ് ഗുണം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാൻ? നമുക്ക് ഈ ടോട്ടൽ വോള്യത്തിന്, ഇതിന്റെ ഫുൾ വോള്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ സോളിഡ് വേസ്റ്റിനെ നമുക്ക് 30% കുറയ്ക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മ വീടുകളിൽ തന്നെ ഒരു ചാക്ക് ചവറ് കത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു ചാക്ക് ചാരം തന്നെ കിട്ടും? ഇല്ല അല്ലെ, ഒരിത്തിരി കിട്ടും, കുറച്ച് കിട്ടുള്ളൂ അല്ലെ, ആണോ? അപ്പൊ ഈ ഇൻസിനറേഷൻ ടെക്നോളജിയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? നമ്മ കത്തിച്ച ടോട്ടൽ വോളത്തിനെ എത്രയായി കുറയ്ക്കാൻ പറ്റുന്നു? 30% ആയി കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതാണ് ഈ ഇൻസിനറേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കാണിട്ട് നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള അത്രയും അളവില് എന്താണ് വേസ്റ്റുകളെ നമ്മ എന്ത് ചെയ്യാൻ? ബേൺ ചെയ്യിക്കാണ്, കത്തിച്ച് നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഇൻസിനറേറ്റർ നമുക്ക് എന്താണ്? നമുക്ക് ചില ഓയിലിൽ പ്രവർത്തിപ്പിക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാം, അതല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷനിലായി രണ്ടും യൂസ് ചെയ്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ടോട്ടൽ വോള്യത്തിൽ, വേസ്റ്റിന്റെ ടോട്ടൽ വോള്യത്തിനെ നമുക്ക് എത്ര കുറയ്ക്കാൻ സാധിക്കുന്നു? 30% ആയി കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് നിങ്ങൾ പഠിച്ചതല്ലേ? CSSD-ലൊക്കെ പഠിച്ചാണ് അല്ലെ ഓട്ടോക്ലേവിംഗ്? Okay, the process use steam at a high temperature. എന്താണ്? ഉയർന്ന ഹൈ ടെമ്പറേച്ചറിൽ നമ്മ എന്ത് യൂസ് ചെയ്ത് കാട്ടാണ്? സ്റ്റീം അല്ലെ, നീരാവി യൂസ് ചെയ്ത് കാണിട്ടാണ് നമ്മ ഇത് എന്ത് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. It has been suggested for microbiology and biotechnology waste. നമുക്ക് എന്താണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്? ഇത് ഏതൊക്കെ വേസ്റ്റുകളെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകള് നമ്മ ലാബുകളിലൊക്കെ യൂസ് ചെയ്യില്ലേ? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകള്, ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകള്, എന്താണ് വൃത്തിയില്ലാത്തതും ഖരമാലിന്യങ്ങള്, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാനാണ് നമ്മ സ്റ്റീം at high temperature autoclaving method use ചെയ്യുന്നത്. This technology offers certain categories of waste that is not detrimental, so that the treated residue can be landfill. എന്താണ് ഈ ടെക്നോളജി ഓഫർ ചെയ്യുന്നത്? എന്താണ്? നമ്മ കുറച്ച് കാറ്റഗറീസ്, certain categories of waste അല്ലെ, ചില നമ്മ പറഞ്ഞു ഇവിടെ എന്താണ് ഷാർപ്പ് വേസ്റ്റുകള്, ബയോടെക്നോളജി വേസ്റ്റുകൾ, അങ്ങനെ certain categories of വേസ്റ്റുകളാണ് നമ്മ ഇത് ഉപയോഗിച്ച് കാട്ടി ഓട്ടോക്ലേവിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കാണിട്ട്
നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ബാക്കി വരുന്ന റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലാൻഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു അല്ലെ, അങ്ങനെയുള്ളതിന് യൂസ് ചെയ്യുന്നു. ഹൈ ടെമ്പറേച്ചറിൽ ഉയർന്ന നീരാവി പുറപ്പെടുവിച്ചിങ്ങാനിട്ടാണ്, സ്റ്റീം പുറപ്പെടുവിച്ചിങ്ങാനിട്ടാണ് നമ്മ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ഇത് എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റ് എന്താണ്? മൈക്രോബയോളജി, ബയോ ടെക്നോളജി വേസ്റ്റുകളെ ഡിസിൻഫെക്ട് ചെയ്യാൻ, ഷാർപ്പ് വേസ്റ്റുകളെ ഡിസിൻഫെക്ട് ചെയ്യാൻ, വൃത്തിയില്ലാത്തതും സോളിഡ് ഖര രൂപത്തിലുള്ള വേസ്റ്റുകളെ ഡിസിൻഫെക്ട് ചെയ്യാനാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് മൂലം ഈ ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, നമ്മൾ ബാക്കി വരുന്ന അവശിഷ്ടങ്ങള് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? ലാൻഡ്ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ എല്ലാവർക്കും? സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചിട്ടുണ്ടോ ഓട്ടോക്ലേവിംഗ്? ESSD പഠിച്ചിട്ടുണ്ട് അല്ലെ ഓട്ടോക്ലേവിംഗ്? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? ഓക്കെ, ഇതിപ്പോ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. മൈക്രോവേവ് റേഡിയേഷൻ എന്താണ്? ദ മൈക്രോവേവ് the microwave is based on the principle of generation of high frequency wave. എന്താണ്? ഉയർന്ന ഫ്രീക്വൻസിയുള്ള തരംഗങ്ങള് പുറപ്പെടുവിച്ചു ഇന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ടാണ് നമ്മൾ എന്ത് പ്രവർത്തിപ്പിക്കുന്നത്? മൈക്രോവേവ് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിൽ മൈക്രോവേവ് ഓവൻ ഇല്ലേ? ഉണ്ടോ? മൈക്രോവേവ് ഓവൻ ഇല്ലേ? എന്തായാലും പറയാ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് കാണിട്ട് അല്ലെ, ഉയർന്ന ചൂട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പെർട്ടിക്കുലർ അളവില് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിൽ വെക്കുന്ന സാധനങ്ങള് നമ്മൾ പാകപ്പെടുത്തിയെടുക്കും അല്ലെ, കേക്കുകള് അല്ലേ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും. അല്ലേ? എന്തു പറ്റി? ആർക്കും ഒരു അനക്കൂല്ലല്ലോ ഇന്ന്. ക്ലിയർ ആവുന്നില്ലേ? അതേപോലെ എന്താണ് മൈക്രോവേവ് പ്രവർത്തിപ്പിക്കുന്നത്? എങ്ങനെയാണ്? ഹൈ ഫ്രീക്വൻസി വേവുകൾ അല്ലെ, ഉയർന്ന ആവൃത്തിയുള്ള തരംഗങ്ങള് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ടാണ് മൈക്രോവേവുകൾ പ്രവർത്തിക്കുന്നത്. These waves cause the particles within the waste material to tremble, generating heat. എന്താണ് ഇത്? എന്ത് ചെയ്യുന്നു? ജനറേറ്റിംഗ് ഹീറ്റ്, നല്ല ആവൃത്തിയുള്ള ഉയർന്ന ഇതിലെ ഹീറ്റ് ചൂട് പുറപ്പെടുവിച്ച് കാണിട്ട് എന്ത് ചെയ്യുന്നു? ഈ വേസ്റ്റുകളിലുള്ള, ഈ ബയോമെഡിക്കൽ വേസ്റ്റിലുള്ള പാർട്ടിക്കിൾസിൽ, അതായത് കണികകളിൽ എന്ത് ചെയ്യുന്നു? വിറപ്പിച്ച് കാണിട്ട് അതിലുള്ള ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നു. ട്രംബിൾ എന്ന് പറഞ്ഞാല് വിറപ്പിക്കുക. നമ്മ ഈ ഓവനൊക്കെ പ്രവർത്തിക്കുമ്പോ കണ്ടിട്ടില്ലേ? അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അല്ലെ, അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇല്ലേ? ഓവനുള്ളവർക്ക് അറിയാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ ഉള്ളിലെ പ്രവർത്തനം? ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ജെർക്ക് ചെയ്യൂല, ജസ്റ്റ് ഇങ്ങനെ ജെർക്ക് ചെയ്ത് കാണിട്ട് അതെന്ത് ചെയ്യും? ചൂട് അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഇത് ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് ഈ വേസ്റ്റിലുള്ള ഇൻഫെക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് കളയുന്നു. This heat produced from within destroy all pathogens. ഈ ഹീറ്റ് ഇതിൽ നിന്ന്, ഈ മൈക്രോവേവിൽ നിന്ന് ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി കാണിട്ട് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ അല്ലെ, രോഗകാരികളെ, പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു.
ക്ലിയർ ആയത്? മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഹൈ ഫ്രീക്വൻസി വേവില് ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്നാണിട്ടാണ് നമ്മ അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ഓട്ടോക്ലേവിംഗിൽ എന്താണ്? സ്റ്റീം അല്ലെ? ഹൈ ടെമ്പറേച്ചറില് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് നീരാവി ഉപയോഗിച്ചെന്നാണിട്ടാണ് നമ്മ എന്ത് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. വ്യത്യാസം മനസ്സിലായോ ഓട്ടോക്ലേവിംഗിന്റെ മൈക്രോവേവിന്റെ? അതിങ്ങനെ ചോദിക്കൂട്ടാ. Which process uses steam at high temperature? സ്റ്റീം ഉപയോഗിച്ച് നമ്മ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്ങാണ്ട് ഉയർന്ന അളവിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് പാർട്ടിക്കിൾസിന്റെ ഏതെങ്കിലും സാധനങ്ങളിലെ വേസ്റ്റുകളിലെ ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്നതാണ് മൈക്രോവേവ് ഇറേഡിയേഷൻ. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡിലുള്ള രാസവസ്തുക്കൾ യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്. 1% ഫോർ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ എന്താണ് നമ്മ നമ്മൾ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന ലിക്വിഡുകൾ ഉണ്ടാവും അല്ലെ, സൊല്യൂഷൻസ് ഉണ്ടാവും. അത് 1% യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് എന്താണ് ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനുകൾ 1% യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത്. അതാണ് അതിൽ കൂടുതലാവാൻ പാടില്ല അല്ലെ. അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടാവും അല്ലെ. അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവും. കെമിക്കൽസ് അല്ലേ അത്? കെമിക്കൽസ് അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അത് യൂസ് ചെയ്യുന്നവർക്ക് റിസ്ക് ഉണ്ടാവും അല്ലെ, അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് 1% ഡിസ്ഇൻഫെക്ഷൻ സൊല്യൂഷനുകൾ അതല്ലെങ്കിൽ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനുകൾ യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. നമ്മുടെ ക്ലോറിൻ വാട്ടർ, ബ്ലീച്ച് ഒക്കെ ഇല്ലേ, ബ്ലീച്ചിങ് വാട്ടർ ഒക്കെ, അതൊക്കെ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനുകളാണ് കേട്ടോ. എക്സാമ്പിൾ ആണ് ക്ലോറിൻ വാട്ടർ, ബ്ലീച്ചിങ് വാട്ടർ. ക്ലിയർ ആയോ ഇത്? കെമിക്കൽ സൊല്യൂഷൻസ്, കെമിക്കൽ ലായനികൾ യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യും. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഡെറ്റോൾ, ഫിനോയിലൊക്കെ യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് തുടക്കാറില്ലേ, നിലം തുടക്കാറില്ലേ? അതൊക്കെ എന്താണ് ഒരു ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് ആണ് അല്ലെ. അതേപോലെ കെമിക്കൽ ലായനികൾ യൂസ് ചെയ്തെങ്ങാണ്ടിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. നെക്സ്റ്റ് പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ പൈറോളസിസ് എന്ന് പറഞ്ഞാല് പ്ലാസ്മ പൈറോളസിസ് ഈസ് എൻ അൾട്രാ മോഡേൺ ടെക്നോളജി ഫോർ സേഫ് റിമൂവൽ ഫോർ മെഡിക്കൽ വേസ്റ്റ്. എന്താണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്? എന്താണ് അത്യാധുനിക സാങ്കേതിക ഇൻഫെക്ഷൻസ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിനുള്ള വേസ്റ്റുകളിലെ മെഡിക്കൽ വേസ്റ്റുകളിലെ ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്നതിനുള്ള ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. ഇറ്റ് ഈസ് എൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. എന്താണ് ഇത്? എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ. അന്തരീക്ഷത്തിന് ഒരു പൊല്യൂഷൻസോ അല്ലെങ്കിൽ ഒരു അപകടങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ആണ്. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, oxygen, utilizing plasma energy. പ്ലാസ്മ ഊർജം ഉപയോഗിച്ച് വായുവിന്റെ അഭാവത്തില്, എയറിന്റെ അതായത് ഓക്സിജന്റെ അഭാവത്തില് പദാർത്ഥങ്ങളുടെ സബ്സ്റ്റൻസസിന്റെ എന്താണ് താപനശീകരണ പ്രക്രിയയാണ്. അതായത് ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. മറ്റേതില് നമ്മ ഓട്ടോക്ലേവിംഗില് സ്റ്റീമാണ് യൂസ് ചെയ്തത്. രണ്ടാമത്തേതില് മൈക്രോവേവ് റേഡിയേഷനിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അല്ലെ. പ്ലാസ്മ പൈറോളസിസിൽ ഏതാണ്? പ്ലാസ്മ എനർജി യൂസ് ചെയ്തെങ്ങാണ്ടിട്ടാണ് നമ്മ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. പ്ലാസ്മ കേട്ടിട്ടുണ്ടോ? പ്ലാസ്മ സ്റ്റേറ്റ് മാറ്ററിന്റെ 4ാമത്തെ 4th സ്റ്റേറ്റ് ആണ് അല്ലെ. നമ്മ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ആ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് പ്ലാസ്മ എനർജി. ക്ലിയർ ആയോ? ആ പ്ലാസ്മ എനർജി യൂസ് ചെയ്തെങ്ങാണിട്ട് എന്താണ് നമ്മ
മെഡിക്കൽ വേസ്റ്റുകളിലെ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നു. അതിനെയാണ് എന്താണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ദുജി ക്ലിയർ ആയില്ല? ക്ലിയർ ആയോ? ആരും എന്തായാലും ദുജി ആർക്കും ഒരു അനക്കില്ല. ദുജി ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്താണ്? അറ്റ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ as the name indicates, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലാൻഡ് ഡിസ്പോസൽ includes two methods which are open dumping and sanitary landfill. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ഡംപിങ്ങും. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to population problem. Open dumping എന്ന് പറഞ്ഞാല് നമുക്കറിയാം, കേട്ടിട്ടുണ്ടോ നമ്മൾ? എന്താണ്? ഒരു വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് എന്താണ് തുറസായി കിടക്കുന്ന ഈ ടൗണുകള് വില്ലേജുകളിൽ നിന്നൊക്കെ മാറി തുറസായ പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നിക്ഷേപിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതിനെയാണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്. അത് എയർ പൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെ? എൻവിയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കൂലേ? ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് കൊണ്ടുവന്ന് ഒരു തുറസായ സ്ഥലത്ത് വെറുതെ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് പൊല്യൂഷൻസ് ഉണ്ടാക്കൂലേ? ഓക്കെ, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ല, എന്ത് വേസ്റ്റും വെറുതെ തുറസായ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് എയർ പൊല്യൂഷൻസ് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഭൂമിക്കടിയിലുള്ള ജലല്ലേ, ഭൂഗർഭ വാട്ടറിനൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കുന്നത്. എന്താണ്? ഇത് ഭൂമിയുടെ ഉള്ളിലേക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ വാട്ടറിനെയൊക്കെ പൊല്യൂട്ട് ചെയ്ത് കഴിയും അല്ലെ? സോയിലിനെ പൊല്യൂഷൻ നടത്തും. അപ്പൊ ഓപ്പൺ ഡംപിങ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. ഓപ്പൺ ഡംപിങ് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതമല്ലാത്ത അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ബിക്കോസ് ദ വേസ്റ്റ് would then be discarded in any ഓപ്പൺ സ്പേസ്. ഇത് എന്തുകൊണ്ടാണ്? ഇത് കൊണ്ടുവന്ന് ഒരു തുറസായ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മേ ലീഡ് ടു പൊല്യൂഷൻ പ്രോബ്ലം. അതുകൊണ്ട് ഇതെന്തുണ്ടാക്കുന്നുണ്ട്? പൊല്യൂഷൻ പ്രോബ്ലം, മലിനീകരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ, രണ്ടാമത്തെ മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. എ സെക്ലൂഡഡ് ഏരിയ ഈസ് സെലക്ടഡ് അവേ ഫ്രം ദ പോപ്പുലേഷൻ. എന്താണ്? പോപ്പുലേഷനിൽ നിന്ന്, അതായത് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നീങ്ങി, എന്താണ്? സെക്ലൂഡഡ് ഏരിയ, ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ, ആരും താമസിക്കാത്ത ഉള്ളിലേക്ക് നീങ്ങിയ പ്രദേശങ്ങളിൽ കൊണ്ടുവന്നിട്ടാണ് സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ നടത്തുന്നത്. ദ ഡംപിങ് ഈസ് പെർഫോംഡ് ഇൻ ദ ഡിച്ചസ് ലെയർ എന്ന് വെച്ചാല് ഈ ഡംപിങ് നടത്തുന്നത് എന്താണ്? പല ലെയറുകളാക്കി തിരിച്ചാണ്, ലെയർ വൈസ് ആയിരിക്കും. ആൻഡ് കെയർ ഈസ് ടേക്കൺ സോ ദാറ്റ് ദ വേസ്റ്റ് ഈസ് നോട്ട് എക്സ്പോസ്ഡ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല? അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല, എക്സ്പോസ് ചെയ്യുന്നില്ല, അന്തരീക്ഷത്തിനെ ബാധിക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാല് വലിയ സാനിറ്ററി ലാൻഡ്ഫിൽ മിസ് പറഞ്ഞുതരാം. വലിയ കുഴികൾ കുത്തിങ്ങാണിട്ട് ഈ കുഴിയിലേക്ക്, അതായത് ഈ കുഴി എന്ന് പറഞ്ഞാൽ അവര് വെറുതെ കുത്തല്ല ചെയ്യുന്നത്, ഒരുപാട് സയന്റിഫിക് മെത്തേഡിലൂടെയാണ്. ഈ കുഴിക്ക് ചുറ്റും അവരൊന്നില്ലെങ്കിൽ ക്ലേകൾ വെച്ചിങ്ങാണിട്ട് ഇതിന് ചുറ്റും കവർ ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിങ്ങാണിട്ട് കവർ ചെയ്യും. എന്നിട്ട് ഇതിലേക്കായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? ഈ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് ഇത് ലെയർ വൈസ് ആക്കും. ആദ്യം കുറച്ച് വേസ്റ്റ് നിക്ഷേപിച്ച് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് സോയിൽ ഇട്ട് അങ്ങനെ ലെയർ ചെയ്ത് കാണട്ടെ ലാൻഡ്ഫില്, സാനിറ്ററി ലാൻഡ്ഫില് ചെയ്യുന്നത്. അതുകൊണ്ട് ഭൂഗർഭജലത്തിനോ അതല്ലെങ്കിൽ അന്തരീക്ഷത്തിനോ ഒന്നും എന്ത് പറ്റില്ല? പൊല്യൂഷൻ ഉണ്ടാക്കില്ല. ഇതൊരു സയന്റിഫിക് മെത്തേഡാണ്.
ക്ലിയർ ആയോ? സാനിറ്ററി ലാൻഡ് ഫില്ലും ഓപ്പൺ ഡംപിങ്ങും നമ്മുടെ വീടുകളില് കിച്ചണിലെ വേസ്റ്റ് ഒക്കെ പോവാനായിട്ട് സാനിറ്ററി കുഴികളൊക്കെ കുത്താറുണ്ട് അല്ലേ? സാനിറ്ററി ഡിസ്പോസൽ മെത്തേഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ്? നേരിട്ട് പുറത്തേക്കാണോ കളയുന്നത്? അല്ല അല്ലെ, വലിയ കുഴി കുത്തി സിമെന്റ് ഒക്കെ ഇട്ട് അല്ലെ, അതിന്റെ മുകളിൽ സ്ലാബ് ഒക്കെ ഇട്ട് മൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ വേസ്റ്റുകൾ വലിയ കുഴികൾ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി വലിയ കുഴികൾ കുത്തി ക്ലേ വെച്ച് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ച് ആ കുഴികൾ എന്താണ് അതിന്റെ ഉള്ളിലേക്ക്, ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ വേസ്റ്റുകളുടെ പ്രഭാവം ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലേ വെച്ച് കാണിട്ട് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ച് നല്ലോണം കവർ ചെയ്ത് കാണിട്ട് അതിലേക്ക് ഈ വേസ്റ്റുകൾ ഇട്ട് മണ്ണിട്ട് അങ്ങനെ ലെയർ വേസ് ആക്കി കാണിട്ടായിരിക്കും ഇവര് ഡിസ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അന്തരീക്ഷത്തിനോ അതല്ലെങ്കിൽ സോയിലിനോ അതല്ലെങ്കിൽ എയറിനൊന്നും പൊല്യൂഷൻസ് ഉണ്ടാക്കില്ല. ക്ലിയർ ആയോ? സാനിറ്ററി ലാൻഡ് ഫില്ല് ഇനി നിങ്ങൾ പറഞ്ഞാലാ മിസ്സിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആണോ ഒന്ന് തമ്പെങ്കിൽ ഇട്ടാലാണ് മിസ്സിന് മനസ്സിലാവുള്ളൂ. മിസ് ചോദിച്ചോണ്ടിരിക്കും, നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് മനസ്സിലാക്കി മിസ് പറയുകയും ചെയ്യും, ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് ക്ലിയർ ആണോ ക്ലിയർ ആണോ. ഓക്കെ. ഇൻഅർട്ടൈസേഷൻ. ഇൻഅർട്ടൈസേഷൻ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയത്വം. Inertization to bring down the toxicity of the waste. എന്താണ് ഇനർട്ടൈസേഷൻ എന്ന് പറഞ്ഞാല് ആ വേസ്റ്റുകളുടെ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്ന മെത്തേഡ് പ്രക്രിയയെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മിനിമൈസ് ദ ലൈക്ലി റിസ്ക്. അത് എന്ത് ചെയ്യുന്നു? അപകടം കുറയ്ക്കും. നമ്മൾ അതിന്റെ വിഷാംശം കുറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിസ്ക്കും കുറയും അല്ലെ. അപ്പൊ ആൻഡ് മിനിമൈസ് ദ ലൈക്ലി റിസ്ക്കും കുറയുന്നു. It is mixed with cement or another inert material. ഇത് എന്ത് ചെയ്യും? നമ്മൾ ഈ വേസ്റ്റ് സിമന്റുമായോ അതല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ. ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയമായ മെറ്റീരിയൽസ്, അതായത് കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയലുമായിട്ട് കൂടിക്കലർത്തി മിക്സ് ചെയ്ത് കാണിട്ടാണ് ഇതിന്റെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്നത്. അറൌണ്ട് 30 to 40% ഓഫ് ദി സിമെന്റ് ഈസ് ബ്ലെൻഡഡ് വിത്ത് ദി വേസ്റ്റ്. ടോട്ടൽ വേസ്റ്റിന്റെ ഒരു 30% മുതൽ 40% സിമെന്റ് ഇതോടൊപ്പം കൂടി കലർത്തി കാണിട്ട് എന്ത് ചെയ്യുന്ന? ഇത് മിക്സ് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. This method is useful for treating pharmaceutical and for incineration ashes having high metal content. ഈ മെത്തേഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ, മരുന്നുകൾ. അപ്പൊ നമ്മ മരുന്നുകൾ എന്ത് ചെയ്യും? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യും? പൊടികളാക്കി കാണിട്ട് സിമന്റിന്റെ കൂടെയോ അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ കൂടെയോ അതല്ലെങ്കിൽ കുമ്മായത്തിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കാണിട്ട് അതിന്റെ ടോക്സിസിറ്റി നശിപ്പിച്ച് കളയുന്നു. അതല്ലെങ്കിൽ ഇൻസിനറേഷൻ ആഷ്. എന്താണ്? ഹൈ മെറ്റൽ കണ്ടന്റ്, ഉയർന്ന ലോഹത്തിന്റെ അളവുള്ള ചാരങ്ങൾ ഈ സിമന്റിന്റെ കൂടെ അതല്ലെങ്കിൽ നമ്മൾ ഈ സിറിഞ്ചുകളൊക്കെ നശിപ്പിക്കുമ്പോൾ അതിൽ ഉണ്ടാവില്ലേ മെറ്റൽ കണ്ടന്റുകൾ ഉണ്ടാവില്ലേ? സിറിഞ്ചുകളൊക്കെ നമ്മ ഇൻസിനറേഷൻ ചെയ്യുമ്പോ ഉണ്ടാവില്ലേ? അതിൽ മെറ്റലിന്റെ കണ്ടന്റ് ഉണ്ടാവൂല്ലേ, ലോഹത്തിന്റെ കണ്ടന്റ് ഉണ്ടാവൂലേ? അപ്പൊ അങ്ങനെയുള്ള ലോഹത്തിന്റെ കണ്ടന്റുകളുള്ള ലോഹത്തിന്റെ സാന്നിധ്യമുള്ള ചാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഇൻഅർട്ടൈസേഷൻ പ്രക്രിയയിലൂടെ, പ്രോസസ്സിലൂടെ ടോക്സിസിറ്റി കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? ആ 7 പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ഇനി മിസ് കാറ്റഗറി ടേബിൾ എടുക്കാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയാക്കുക, അതിന്റെ ടോക്സിസിറ്റി വിഷാംശം നശിപ്പിച്ചു കളയുന്നതിനെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്.
Inertization bring down the toxicity of the waste and minimize the likely risk. എന്താണ് ഇൻഅർട്ടൈസേഷൻ ചെയ്യുന്നതിലൂടെ നിഷ്ക്രിയത്വമാക്കുന്ന ഒരു സാധനത്തിനെ ഒരു വേസ്റ്റിനെ നിഷ്ക്രിയമാക്കാണ്, അതിന്റെ ഇൻഫെക്ഷൻസിനെയൊക്കെ നശിപ്പിച്ച് കളയാണ്. അപ്പൊ നിഷ്ക്രിയത്വമാക്കുന്നതിലൂടെ നമ്മൾ അതിന്റെ എന്ത് ചെയ്യുന്നു, വിഷാംശം കുറയ്ക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്നുള്ള റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മിനിമൈസ് ചെയ്യാൻ അല്ലെ, കുറയ്ക്കാനായി സാധിക്കുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അത് നമ്മ ഇനേർട്ട് മെറ്റീരിയൽസ്, നിഷ്ക്രിയമായ മെറ്റീരിയലിന്റെ കൂടെ അതല്ലെങ്കിൽ സിമെന്റിന്റെ കൂടെ ഈ സാധനങ്ങളിൽ വേസ്റ്റുകൾ മിക്സ് ചെയ്ത് കാണിട്ടാണ് നമ്മൾ ഇത് നിഷ്ക്രിയമാക്കുന്നത്. Around 30 to 40% of cement is blended with the waste. ഈ വേസ്റ്റിന്റെ കൂടെ അതിന്റെ ടോട്ടൽ ഇതിന്റെ 30 മുതൽ 40% വരെ സിമെന്റ് ഒക്കെ യൂസ് ചെയ്ത് കാണ്ട്, സിമെന്റും ഈ വേസ്റ്റും കൂടി മിക്സ് ചെയ്ത് കാണ്ട് അതെന്ത് ചെയ്യുന്നു, നിഷ്ക്രിയമാക്കുന്നു. ദിസ് മെത്തേഡ് ഈസ് യൂസ്. ഇത് ഏതൊക്കെ ഇതുകളാണ് ഡിസ്പോസ് ചെയ്യാൻ, വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് അല്ലെ, ഫാർമസിയിൽ നിന്നുള്ള ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള് അതല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. അപ്പൊ ഗുളികകളൊക്കെ എന്ത് ചെയ്യും, നമ്മ പൊടിക്കൂലേ, ഡിസ്ട്രക്ഷൻ ചെയ്ത് കാണിട്ട് പൊടിച്ചും കാണിട്ട് എന്ത് ചെയ്യും, ഈ സിമെന്റിന്റെ കൂടെ അതല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയലിനാണ് കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇല്ലേ, അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കാണിട്ട് ഇതിന്റെ ടോക്സിസിറ്റി കുറയ്ക്കുന്നു. ദിസ് for incineration ashes having high metal content, ഉയർന്ന ലോഹത്തിന്റെ അളവുള്ള ചാരങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഇൻഅർട്ടൈസേഷനിലൂടെ നമുക്ക് നിഷ്ക്രിയമാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആയത് ഇൻഅർട്ടൈസേഷൻ? നെക്സ്റ്റ് മിസ് കാറ്റഗറി ടേബിൾ എടുക്കാം. കാറ്റഗറി ടേബിള് നമ്മ 4 കോളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേസ്റ്റ് കാറ്റഗറി, അതായത് കാറ്റഗറി 1, കാറ്റഗറി നമ്പർ 2 ആ ബേസില് കാറ്റഗറി. രണ്ടാമത്തെ ഇതില് ടൈപ്സ് ഓഫ് വേസ്റ്റ്, കാറ്റഗറി 1 ഏതൊക്കെ വേസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്നാമത്തേത് കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, ഏത് കളർ ഏത് ടൈപ്പ് കണ്ടെയ്നേഴ്സിലാണ് ബാഗുകളിലാണ് സൂക്ഷിക്കുന്നത്. നാലാമത്തതിൽ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് സംസ്കരണ രീതിയാണ് അല്ലെങ്കിൽ ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 1. കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ്. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകൾ, മനുഷ്യന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, അവയവങ്ങള്, ബോഡി പാർട്സുകള്. അത് ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും, യെല്ലോ കളറ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, കത്തിച്ച് കളയുന്നു, അല്ലെങ്കിൽ ഡീപ് ബുറിയൽ. ഡീപ് ബുറിയൽ എന്ന് പറഞ്ഞാല് വലിയ കുഴികള് കുത്തിങ്ങാണിട്ട് അതിലിട്ട് മൂടുന്നു. ക്ലിയർ ആയോ? അതാണ് മിസ് ആദ്യം തന്നെ ആ ട്രീറ്റ്മെന്റുകളും ഡിസ്പോസൽ മെത്തേഡ് എടുത്തത്. രണ്ടാമത്തേത് കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2 വരുന്നത് അനിമൽ വേസ്റ്റുകളാണ്, മൃഗങ്ങളുടെ വേസ്റ്റുകളാണ്. എന്തൊക്കെയാണ്? അനിമൽ ടിഷ്യൂസ്, അനിമൽസിന്റെ ടിഷ്യൂസ്, അവരുടെ അനിമൽസിന്റെ ഓർഗൻസ്, ബോഡി പാർട്സുകൾ, കാർക്കീസസ് എന്ന് പറഞ്ഞാൽ ശവങ്ങൾ, ചെറുത്ത അനിമൽസിന്റെ ബോഡീസ്, ശവങ്ങള്, ബ്ലീഡിംഗ് പാർട്സുകൾ, ബ്ലീഡ് ചെയ്ത ഭാഗങ്ങള്, ഫ്ലൂയിഡ്, ആനിമൽസ് ഫ്ലൂയിഡുകള്, ബ്ലഡ്, എക്സ്പെരിമെന്റൽ അനിമൽസ് യൂസ് ഇൻ റിസർച്ച് സെന്റേഴ്സിൽ യൂസ് ചെയ്ത അനിമൽസ്. പിന്നെ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് കോളേജസ്. ഇതാണ് വെറ്റിനറി ഹോസ്പിറ്റലുകളില് അതല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിലെ വേസ്റ്റുകള്. പിന്നെ ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജ്, ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള അനിമൽസിന്റെ ഡിസ്ചാർജുകള്, പൾപ്പാവ് അല്ലെ, ജലമാവ്, അങ്ങനെയുള്ള ഡിസ്ചാർജസ്. അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗില്. എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, ഡീപ് ബറിയൽ, വലിയ കുഴികൾ കുത്തി മൂടുന്നു.
Next, category number 3. Category number 3 microbiology and biotechnology waste എന്താണ് ലാബുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ അല്ലേ? വേസ്റ്റ് ഫ്രം ലബോറട്ടറി ഇതാണ് ലബോറട്ടറികളിൽ നിന്നുള്ള വേസ്റ്റുകൾ. കൾച്ചറിന്റെ ഭാഗമായുള്ള വേസ്റ്റുകൾ. സ്റ്റോക്സ് ഓർ സ്പെസിമെൻസ് അല്ലെ, സാമ്പിളുകൾ ഉണ്ടാവും അല്ലെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. സ്പെസിമെൻസ് ഓഫ് ലൈവ് മൈക്രോ ഓർഗാനിസംസ്, ഹ്യൂമൻ ആൻഡ് ആനിമൽ സെൽസ് ഉണ്ടാവും. Cultures used in research and infections agent from research and industrial laboratories. Industrial laboratories, വാണിജ്യ അങ്ങനെയുള്ള ലബോറട്ടറീസിലോ അതല്ലെങ്കിൽ മറ്റുള്ള റിസർച്ച് സെന്റേഴ്സിലൊക്കെ ഉള്ള വേസ്റ്റുകൾ. Biological production by produce waste, toxins and devices utilized to transfer cultures. നമ്മൾ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഉപകരണങ്ങള്. വേസ്റ്റ് ടോക്സിൻസ് എന്താണ് വിഷാംശമുള്ള വേസ്റ്റുകളൊക്കെയാണ് ബയോളജിക്കൽ പ്രൊഡക്ഷന്റെ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷാംശമുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക്. 2 കളർ ബാഗ് ഉണ്ട് കേട്ടോ അതിന്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. കാറ്റഗറി നമ്പർ 3 ഏത് തരം വേസ്റ്റ് ആണ് വരുന്നത്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണോ, അനിമൽ വേസ്റ്റ് ആണോ, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ആണോ? ക്വസ്റ്റ്യൻ വരാട്ടാ. അപ്പൊ ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ് അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്ത് കാണിട്ട് അല്ലെ, സ്റ്റീം ഉപയോഗിച്ച് കാണിട്ട് ഡിസിൻഫെക്ട് ചെയ്യുന്നു. മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ, ഇതൊക്കെയാണ് ഇതിനുള്ള ഡിസ്പോസൽ മെത്തേഡുകള്. കാറ്റഗറി 4 വരുന്നത് വേസ്റ്റ് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ. അതെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമുക്കറിയാം അല്ലെ, നീഡിൽസ്, സിറിഞ്ച്, സ്കാൽപ്പൽസ്, സർജറിക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് ഇല്ലേ, ഒരു കത്തി പോലത്തെ, അതാണ് സ്കാൽപ്പൽസ്. പ്ലേറ്റ്സ്, ഗ്ലാസ് എക്സെട്ര. ദ മൈറ്റ് ലീഡ് ടു പങ്ക്ചർ ആൻഡ് വൂൺസ്. ഇത് എന്ത് ചെയ്യുന്നു? പഞ്ചർ അല്ലെ, പഞ്ചർ ഉണ്ടാക്കുന്നു. നമ്മുടെ എന്താണ് മുറിവ് അല്ലെ, മുറിവ് ഉണ്ടാക്കുന്നു, പഞ്ചർ ഉണ്ടാക്കുന്നു, കീറ അല്ലെ. This applies to both used and unused sharp. ഇതിൽ എന്ത് ഉൾപ്പെടും? നമ്മൾ യൂസ് ചെയ്തതും പെടാം, അൺയൂസ്ഡ് യൂസ് ചെയ്യാത്തതുമായ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ. ഇതെങ്ങനെയാണ്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. നമ്മ ഇത് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ട്രാൻസ്ലസന്റ് ആയിട്ട് നമുക്ക് പുറമേ നിന്ന് നോക്കാൻ കഴിയുന്ന തരത്തിലുള്ള ട്രാൻസ്ലസന്റ് പഞ്ചർ പ്രൂഫ്, അതെന്താണ്? മുറിക്കാൻ പറ്റാത്ത, കീറാൻ പറ്റാത്ത കണ്ടെയ്നേഴ്സിലാണ് ഇത് ഷാർപ്പായിട്ടുള്ളതാണ് അല്ലെ. നമ്മ ഇത് ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിലോ ബാഗില് കീറല് വരും അല്ലേ? ആണോ? പൊട്ടിപ്പോവില്ലേ ബാഗൊക്കെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പങ്ക്ചർ പ്രൂഫായ കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യാണ്, ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്ന. ഏതൊക്കെ മെത്തേഡിലൂടെ? കെമിക്കൽ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും കെമിക്കൽ സൊല്യൂഷൻസോ കെമിക്കൽ ലായനികളോ ഹൈപ്പോക്ലോറിക് ആസിഡ് അങ്ങനത്തെ ആസിഡുകളൊക്കെ യൂസ് ചെയ്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്. റിയൂസിന് വേണ്ടി ആവാം, റിയൂസിന് അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. നമ്മൾ സിറിഞ്ചൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? അതപ്പൊ തന്നെ കളയാണ് അല്ലെ. ഡിസ്ഇൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്, ആദ്യം തന്നെ അതിന്റെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം അല്ലെ. അണുക്കളെ നശിപ്പിച്ചിട്ടായിരിക്കും പിന്നെ അത് എന്ത് ചെയ്യുന്നത്? ഡിസ്പോസിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നുണ്ട്, മൈക്രോവേവിംഗ് ആൻഡ് മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. മൾട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ അതിനെ പല കഷ്ണങ്ങളാക്കാം, എന്നിട്ട് അത് ഡിസ്പോസ് ചെയ്യുക. നമ്മ വീടുകളിൽ ബ്ലേഡ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ്
ഇതായിട്ടുണ്ട്, നമ്മൾ നേരിട്ട് കൊണ്ടുപോയിടോ ബ്ലേഡ് ഒക്കെ? ഇല്ല, നമ്മ അത് ചെറിയ ചെറിയ പല പീസുകളാക്കി തിരിക്കും അല്ലേ? ആണോ? പല ഒടിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടായിരിക്കും നമ്മ അത് കളയുന്നത്. അതിനെയാണ് മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ് എന്ന്. എന്താണ്? പല കഷ്ണങ്ങളാക്കി തിരിച്ചിങ്ങാണിട്ട് ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് കാറ്റഗറി 5. കാറ്റഗറി 5 ഉൾപ്പെടുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. നിരസിച്ച, ഡിസ്കാർഡഡ് എന്ന് പറഞ്ഞാൽ നിരസിച്ച മെഡിസിനുകള്, അതല്ലെങ്കിൽ സൈറ്റോടോക്സിൻ എന്താണ്? കെമിക്കൽസ് ഉള്ള അല്ലെ? സൈറ്റോടോക്സിക് എന്താണ്? നമ്മുടെ സെൽസിന് ഡാമേജ് വരുന്ന ഡ്രഗ്സുകള്. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ് എന്താണ്? കണ്ടാമിനേറ്റഡ് വിത്ത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞ മെഡിസിനുകളൊക്കെയാണ് ഡിസ്കാർഡഡ് മെഡിസിൻസ്. ഇതെന്താ ചെയ്യുന്നത്? പ്ലാസ്റ്റിക്, ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗില്, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇൻസിനറേഷൻ, കത്തിച്ച് കളയുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫില്ലുകൾ. ഇത് ഡിസ്ട്രക്ഷൻ ചെയ്തിട്ട് പൊടിച്ചിങ്ങാണിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫിൽ ചെയ്യുന്നു. മിസ് പറഞ്ഞില്ലേ ലാൻഡ് ഫിൽ ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ അന്ന് എന്താണ് നമ്മ പറഞ്ഞത്? ലാൻഡ് ഫിൽ ആണല്ലേ ചെയ്യുന്നത്. അപ്പൊ സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലുകൾ ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 6. കാറ്റഗറി 6 സോയിൽഡ് വേസ്റ്റുകൾ. സോയിൽഡ് എന്താണ്? മലിനമായിട്ടുള്ള അല്ലെ? ഇൻഫെക്ഷൻസ് പറ്റിയിട്ടുള്ള വേസ്റ്റുകൾ. എന്തൊക്കെയാണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്. എന്താണ് ബോഡിലി ഫ്ലൂയിഡ്? മനുഷ്യന്റെ എന്താണ് ബോഡിലി ഫ്ലൂയിഡ്സുകൾ, ശരീര ദ്രവങ്ങള് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള വസ്തുക്കള്. കോട്ടൺസ്, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റ്, കാസ്റ്റ്, ലിനൻസ്. ലിനൻസ് ആണ് കേട്ടോ അത്, ലൈൻസ് അല്ല, ലിനൻസ് ആണ്. അത് കറക്റ്റ് ചെയ്തോളൂ. ലിനൻസ്, ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയതോ അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോയിൽഡ് വേസ്റ്റ്. ഇത് യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ, യെല്ലോ അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇത് എന്തൊക്കെ പ്രക്രിയ ഡിസ്പോസൽ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റ്. ഖരരൂപത്തിലുള്ള അല്ലെ വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് അതർ ദാൻ ഷാർപ്സ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് ട്യൂബിംഗ്, കാത്തീറ്റേഴ്സ്, ഇൻട്രാവീനസ് സിസ്റ്റം. ഇതൊക്കെയാണ് സോളിഡ് വേസ്റ്റുകൾ. നമ്മൾ ഈ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നതിനായിട്ട് ട്യൂബുകൾ ഇടാറുണ്ട്. യൂറിനൽ കത്തീറ്ററൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? എന്താണ്? യൂറിൻ പാസ് ചെയ്യുന്നതിനായിട്ട് ഈ സർജറി കഴിഞ്ഞ ആളുകൾക്ക് യൂറിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ യൂറിനറി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക്, ബ്ലാഡറിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ട്യൂബ് ഇടും അല്ലെ? യൂറിൻ പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ട്യൂബുകള്. ഡ്രെയിൻസുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ നേരത്തെ ട്യൂബുകളെയാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. ഈ സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ആ സൈറ്റിൽ നിന്നുള്ള പഴുപ്പും ബ്ലഡ് ഒക്കെ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ബ്ലഡ് ഒക്കെ എടുത്ത് കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നേർത്ത ട്യൂബുകളെയാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. ഇൻട്രാവീനസ് സിസ്റ്റം നമ്മൾ നേരിട്ട് നമ്മുടെ ഇതിലേക്ക് കേറ്റൂലേ? മരുന്ന് ഇഞ്ചക്ട് ചെയ്യൂലേ? അങ്ങനെയുള്ള ട്യൂബുകള്, അതാണ് ഇൻട്രാവീനസ് സിസ്റ്റം. അങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 7 ഉൾപ്പെടുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ. ഇത് എന്തൊക്കെ മെത്തേഡിലൂടെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്? ഡിസ്പോസൽ മെത്തേഡ് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്? എന്താണ് കെമിക്കൽ സൊല്യൂഷൻസോ അതല്ലെങ്കിൽ ഹൈപ്പോക്ലോറിക് ആസിഡ് പോലെയുള്ള ലായനികളൊക്കെ യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ്, അതല്ലെങ്കിൽ എന്താണ് ഈ ട്യൂബുകള് പല കഷ്ണങ്ങളാക്കി മാറ്റി ഡിസ്പോസ് ചെയ്യുന്നു.
നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 8. കാറ്റഗറി നമ്പർ 8 വരുന്നത് ലിക്വിഡ് വേസ്റ്റ്. ലിക്വിഡ് രൂപത്തിലുള്ള ബോഡി ഫ്ലൂയിഡുകളാവാം അല്ലെ, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ യൂസ് ചെയ്ത സാധനങ്ങൾ കഴുകിയ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ ആവാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ്. ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന വേസ്റ്റ്. ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്ക്. എന്താണ്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന, അണുനശീകരണം ചെയ്യുന്ന പ്രവർത്തനം. ഹൗസ് കീപ്പിംഗ് അല്ലെ, തുടക്കല്, കഴുകല്, അങ്ങനെയുള്ള പ്രക്രിയ. വാഷിംഗ്, ക്ലീനിങ്, അങ്ങനെയുള്ള പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഡ് വേസ്റ്റുകള്. ഇത് എന്താണ്? ബാഗ് കാണുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും? കണ്ടെയ്നറോ ബാഗോ കാണുന്നില്ല, എന്തുകൊണ്ടായിരിക്കും? ഇത് ലിക്വിഡ് ആണ് അല്ലേ, അല്ലേ? ലിക്വിഡ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് കണ്ടെയ്നേഴ്സിലൊന്നും കാണുകയില്ല. ഇതെന്താ? ഡിസ്ഇൻഫെക്ഷൻ ബൈ ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഇത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ട് ആൻഡ് ഡിസ്ചാർജ് ടു ഡ്രെയിൻസ്. ഡ്രെയിൻസിലേക്ക്, അഴുക്കുചാലിലേക്ക് ഇതെന്ത് ചെയ്യും? ഒഴുക്കി കളയുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 9. കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ. എന്താണ്? നമ്മൾ കത്തിച്ചത് അല്ലെ, സിറിഞ്ചുകളോ അതല്ലെങ്കിൽ അതർ വേസ്റ്റുകള് കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാരം. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ്, ഏതെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻസിനറേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചാരം. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ഇതെന്താണ്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫില്ലുകൾ അല്ലെ. മുനിസിപ്പൽ ലാൻഡ്ഫില്ലുകള് ഡിസ്പോസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ സാനിറ്ററി ലാൻഡ്ഫില്ലുകള് അല്ലെങ്കിൽ ഓപ്പൺ ബിൽഡിംഗ്, അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 10. കാറ്റഗറി നമ്പർ 10 കെമിക്കൽ വേസ്റ്റുകള്, രാസവസ്തുക്കളൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. എന്താണ്? എന്തെങ്കിലും ബയോളജിക്കൽ പ്രോഡക്ട്സുകള് ഉണ്ടാക്കുന്ന സമയം അതിൽ നിന്നുണ്ടാവുന്നത് നമ്മുടെ ഈ സെൽസ്, ടിഷ്യൂ, ബോഡി, ബ്ലഡ്, ബോഡി പാർട്സുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ്. കെമിക്കൽസ് യൂസ്ഡ് ടു ക്ലീൻ സർഫസസ്. എന്താണ്? സർഫസുകള് ക്ലീൻ ചെയ്യുക അതിൽ നിന്നുള്ളത്. കെമിക്കൽസ് യൂസ്ഡ് ആസ് പെസ്റ്റിസൈഡ്സ്. എന്താണ്? പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ. എന്തെങ്കിലും കീടനാശിനികളൊക്കെയാണ് കെമിക്കൽ വേസ്റ്റുകളിൽ പെടുന്നത്. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത് സൂക്ഷിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്? കെമിക്കൽ ട്രീറ്റ്മെന്റ്, ലായനികൾ യൂസ് ചെയ്തതാണ്. ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ് ഫ്രം ലിക്വിഡ് ആൻഡ് സെക്യൂർഡ് ലാൻഡ്ഫിൽ ഫ്രോം ഫോർ സോളിഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞതില് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കെമിക്കൽ ലായനികൾ യൂസ് ചെയ്യുമല്ലോ. ഫിനോയിൽ അല്ലെ, തുടച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും സർഫസുകൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോ അവിടുന്ന് ലിക്വിഡുകളൊക്കെ വരാറില്ലേ? ഇപ്പൊ നമ്മ തന്നെ വീടുകളിൽ തുടക്കുമ്പോ വേസ്റ്റ് വാട്ടർ വരാറുണ്ടോ? കെമിക്കൽസ് എന്തെങ്കിലും ഇത് ഉപയോഗിച്ച് ഈ വേസ്റ്റ് വാട്ടർ വരാറുണ്ട് അല്ലെ. ആ വാട്ടർ എന്ത് ചെയ്യുന്നു? അഴുക്കുചാലില്, ഡ്രെയിൻസില് ഒഴുക്കി കളയുന്നു. ബാക്കിയുള്ള സാധനങ്ങള് എന്താണ്? സെക്യൂർഡ് ലാൻഡ്ഫില്ലുകൾ നിരത്തുന്നതിനോ അതല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്യുകയോ ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ ടേബിൾ ഒന്ന് നോക്കിയേ എല്ലാവരും. ജസ്റ്റ് 5 മിനിറ്റ് ഉണ്ടല്ലോ. ആ ടേബിൾ ഒന്ന് നോക്കിയേ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. 9. ഓക്കെ. ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇൻസിനറേഷൻ ആഷ് മിസ് പറഞ്ഞില്ലേ എന്താണ്? വേസ്റ്റുകള് കത്തിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചാരമാണ് ഇൻസിനറേഷൻ. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. ഏതെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻസിനറേഷൻ കത്തിച്ച് കളയൽ വഴി അതിൽ നിന്ന് കിട്ടുന്ന ചാരം അതെന്തിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ. എന്താണ്? മുനിസിപ്പൽ ലാൻഡ്ഫില്ലുകള് നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു.
നെക്സ്റ്റ് 5 അല്ലേ? ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. ഡിസ്കാർഡഡ് മെഡിസിൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഡേറ്റ് കഴിഞ്ഞ മെഡിസിനുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിനുകളില്ലേ, നിരോധിച്ച അതല്ലെങ്കിൽ വിപണിയിൽ നിരോധിച്ച മെഡിസിനുകൾ ഉണ്ടാവും അല്ലെ, ഔട്ട്ഡേറ്റഡ്. മിസ് ഫാർമസി എടുത്തപ്പോ പറഞ്ഞോ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്. അങ്ങനെയുള്ള. പിന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെമിക്കൽ കണ്ടന്റ് അല്ലെ, നമ്മുടെ സെൽസിന് ആവശ്യമില്ലെങ്കിൽ അതെന്താണ്? നമ്മുടെ സെൽസിന് ഡാമേജ് വരുത്തും എന്ന് പറഞ്ഞു അല്ലെ, അതിലുള്ള രാസവസ്തുക്കള്. അങ്ങനെയുള്ള ഡ്രഗ്സ്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്തുന്ന ഡ്രഗ്സ്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 5 വരുന്നത്. അത് ഏത് കളർ ബാഗിലാണ്? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റെഡ് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യും, കത്തിച്ച് ചാരമാക്കി കളയും, അല്ലെങ്കിൽ അത് ഡിസ്ട്രക്ഷൻ, പൊടിച്ചും കാണിട്ട് എന്താണ് സെക്യൂർഡ് ആയിട്ട് ലാൻഡ് ഫില്ലുകളിൽ നിന്ന് എന്താണ് സ്പില്ലേജ്, സാനിറ്ററി ലാൻഡ് ഫില്ലുകളോ അതല്ലെങ്കിൽ ഓപ്പൺ ഡംപിംഗ് ഒക്കെ ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഭൂമി നികത്ത, ലാൻഡ് നികത്ത, ഫില്ല് ചെയ്യുക. ഓക്കെ ആണോ ഈ ടേബിള് എല്ലാവർക്കും? മിസ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം മിസ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകൾ ആദ്യം എടുത്തത്. അപ്പൊ അത് തന്നെയാണല്ലോ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മിസ്. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, miss. Thank you, Miss. Thank you, ma'am.